ബേക്കറിയിൽ നിന്ന് നമ്മൾ വാങ്ങിക്കുന്ന ചിക്കൻ ബണ്ണെ തോപ്പിക്കുന്ന രീതിയിലുള്ള നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചിക്കൻ ബൺ വീട്ടിലുണ്ടാക്കാം. അകത്തൊക്കെ നല്ല സോഫ്റ്റായിട്ടും ഹൈജീനിക്കായിട്ടും ഹെൽത്തി ആയിട്ടും എത്ര നന്നായിട്ടാണ് നമ്മൾ ചിക്കൻ ബൺ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. Which one you want? This one. കണ്ടില്ലേ അവൻ എത്ര ടേസ്റ്റായിട്ടാണ് കഴിക്കുന്നത്. സ്കൂളിൽ നിന്ന് വന്നതാ. കുട്ടികൾക്കൊക്കെ നമുക്ക് സ്കൂളിൽ നിന്ന് വരുമ്പം ഇതുപോലെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കാണുമ്പോൾ തന്നെ അവർക്കൊരു നല്ല അട്രാക്ഷനും ആയിരിക്കും. വീണ്ടും വീണ്ടും കഴിക്കാനൊരു ആഗ്രഹവും കുട്ടികൾക്ക് തോന്നും. നമുക്ക് സേഫായിട്ട് പിള്ളേർക്ക് എത്ര വേണമെങ്കിലും കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. 1 കപ്പ് പാലിൽ, ഇളം ചൂട് പാലിൽ 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ്, 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇത്രയും കൂടിയിട്ട് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കുക. ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പം ആക്ടിവേറ്റ് ആയ ഈസ്റ്റ് അങ്ങോട്ടൊരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഒരു മുട്ടയും പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് അടിക്കുക. അത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ബട്ടർ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരല്പം ഉപ്പിട്ട് കൊടുക്കുക. ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു 2 കപ്പ് മൈദാമാവ് ഇട്ട് കൊടുക്കുകയാണേ. അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ഫോൾഡ് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക, ഫോൾഡ് ചെയ്യുക, സ്ട്രെച്ച് ചെയ്യുക. ഇങ്ങനൊരു 10 മിനിറ്റ് നമ്മൾ അടിച്ച് കുഴയ്ക്കണം. അപ്പോഴേ ആ ബൺ നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതിനുശേഷം അത് ഒരു ടവൽ കൊണ്ട് മൂടി 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി ഈ സമയം കൊണ്ട് നമുക്കൊരു ഫില്ലിംഗ് തയ്യാറാക്കി എടുക്കാമേ. ഒരു പാൻ അടുപ്പിൽ വെച്ച് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ജിഞ്ചറും ഗാർലിക്കും ഇട്ട് കൊടുക്കുക. ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. ഒരു ക്യാപ്സിക്കം അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം മസാലപ്പൊടികൾ, മല്ലിപ്പൊടി, നമ്മുടെ എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, ഗരം മസാലപ്പൊടി ഇത്രയും കൂടി ഇട്ട് നമ്മൾ അല്പം കൂടി എണ്ണ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അവസാനം അല്പം പെപ്പർ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നന്നായിട്ട് ഇളക്കി ചെറു തീയിൽ വെച്ച് നല്ലതുപോലെ ഒന്ന് വഴറ്റുക. അതിനുശേഷം ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം അത് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് വെള്ളമൊന്നും കോരി ഒഴിക്കേണ്ട, നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ഒരല്പം വെള്ളം. ഇനി ഞാൻ ചിക്കൻ നേരത്തെ ചെറുതായിട്ട് പീസാക്കിയിട്ട് അതിൽ ഗാർലിക്കും പെപ്പറും ഉപ്പും കൂടി ഇട്ട് ഒന്ന് ആവി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതെല്ലാം കൂടെ ചേർത്ത് ഇളക്കി ഒന്ന് പറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഫില്ലിംഗ് റെഡിയാണ്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം മല്ലിയില ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മൾ കുഴച്ചു വെച്ച മാവ് തുറന്ന് നോക്കി, ഇതേ കണ്ടില്ലേ ഡബിളായിട്ടുണ്ട്. ഇനി നമ്മളത് കുത്തി എയർ ബബിളൊക്കെ വെളിയിലോട്ടൊന്ന് റിലീസ് ചെയ്യാൻ വിടുക. ഇങ്ങനെ കൈ കൊണ്ട് കുത്തി കൊടുക്കുമ്പോഴത്തേക്ക് എയർ ബബിളൊക്കെ വെളിയിലോട്ട് പോകും. ഇനി നമ്മളത് മുറിക്കുക. നമ്മുടെ ബണ്ണിന് ഈക്വൽ സൈസിൽ മുറിക്കുക. മുറിച്ചെടുത്തിട്ട് ഇതേ കണ്ടില്ലേ നല്ല പൊന്തി നല്ല സോഫ്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. മുറിച്ചെടുത്ത ഓരോ പാർട്ടും ഇതുപോലെ ഉരുളകളാക്കിയതിന് ശേഷം അത് ചപ്പാത്തി പലക വെച്ച് ചെറിയ റൗണ്ടാക്കി പരത്തുക. അത് ചെറിയ വട്ടത്തിൽ പരത്തിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിംഗ് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇനി അതിന് മുകളിലായിട്ട് അല്പം ചീസ് വെച്ച് കൊടുക്കുക. ആ സ്റ്റഫിങ്ങും വെച്ച് കൊടുത്തിട്ട് ചീസ് മുകളിലായിട്ട് അങ്ങനെ നല്ല നിരത്തി വെച്ച് കൊടുക്കുക. ഇനി നമ്മൾ അതൊന്ന് റാപ്പ് ചെയ്തെടുക്കണം. അത് 2 സൈഡും നമ്മൾ നന്നായിട്ട് ഒന്ന് റാപ്പ് ചെയ്തെടുക്കുക. നമ്മുടെ ഇഷ്ടപ്പെട്ട ഷേപ്പിന് റാപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇത് ബണ്ണ് നമുക്ക് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഷേപ്പ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഈ ഷേപ്പിൽ തന്നെ റാപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് റൗണ്ട് വേണമെങ്കിലും റൗണ്ടായിട്ട് എടുക്കാം, എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോൾ 2 ഷേപ്പിൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പം ഒന്ന് നീളത്തിലിങ്ങനെ മടക്കിയിട്ടുണ്ട്, ഇനി ഒന്ന് റൗണ്ടായിട്ട് മടക്കിയിട്ടുണ്ട്. ഇതുപോലെ 2 ഷേപ്പിൽ മടക്കിയിട്ടുണ്ട്. ഇനിയും നമ്മൾ ഒന്നുകൂടെ ഇതെല്ലാം ഉരുട്ടിയതിന് ശേഷം ടവല് വെച്ചിട്ട് ഒരു അരമണിക്കൂറും കൂടെ ഒന്ന് അടച്ചു വെക്കണം. അത് കഴിഞ്ഞ് തുറന്നപ്പോൾ കണ്ടില്ലേ വീണ്ടും അത് ഡബിളായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യുക, ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം അതിലെല്ലാത്തിൻ്റെ മുകളിൽ ബ്രഷ് വെച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വെള്ള എള്ള് ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക, വെളുത്ത എള്ള് വെച്ചിട്ട്. ഇപ്പോൾ ഒരു 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 25 to 30 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ അല്പം ബട്ടറും വെളുത്തുള്ളിയും അല്പം മല്ലിയിലയും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയതാണേ. ചൂടാക്കിയതിന് ശേഷം നമ്മൾ ആ ബേക്ക് ചെയ്തെടുത്ത ബണ്ണിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. ആ പിസ്സയുടെയൊക്കെ ഒരു നല്ല ഫ്ലേവറാണ് അത് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക്. ഇപ്പോൾ നമ്മുടെ അടിപൊളി ചിക്കൻ ബൺ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടില്ലേ, ഇത് എന്തിനാ നമ്മൾ ബേക്കറി കിടന്ന് ഓടണത്.
ഇത്ര സൂപ്പറായിട്ട് നമുക്ക് ബണ്ണ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. നിങ്ങളുടെ അടുത്ത് ഓവൻ ഇല്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കുക്കറിൽ സാധാരണ റിങ് ഇട്ട് കേക്ക് ചെയ്യില്ലേ, അതുപോലെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളൊക്കെ പറയണേ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.